Are you, we all are the citizens of Kerala and India. Are we getting a good governance? Just look at our daily lives. The prices are rising. Unemployment problem is in a peak. Every year 25 lakh of youths are leaving the state without employment. Is any government today from the past 10 years have worked out a plan to save the youths and the price rise of the state and the country? പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ഒരു ഭരണം കേരളീയർക്ക് ലഭിക്കുന്നുണ്ടോ? ഒരു സൽഭരണം അതവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കാത്ത ചുറ്റുപാടാണുള്ളത്. വില കുതിച്ചു കയറുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു. ഓരോ വർഷവും 25 ലക്ഷം യുവാക്കളാണ് നാട് വിട്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലിന് വേണ്ടി. തൊഴിലില്ലാതെ ഇങ്ങനെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നു. നാട്ടിൽ ജീവിത സൗകര്യങ്ങൾ വളരെ പരിമിതപ്പെടുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക കേരളത്തിൽ ജനങ്ങൾക്കൊരു സൽഭരണം ലഭിക്കുന്നുണ്ട് എന്ന്? I am confident that the people of Kerala are fearless. They have strength to speak, voice to speak, take decisions at the right time. But at the same time, I want to ask the people of the state, have you got any message from the LDF that they can change the people of the state? കേരളീയരെ കുറിച്ച് എനിക്കൊരു വലിയ അഭിമാനമുള്ള മതിപ്പുള്ള കാര്യമുണ്ട്. നിങ്ങൾ നിർഭയരാണ്. നിങ്ങൾ തക്ക സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാനുള്ള പ്രബുദ്ധതയും കാര്യശേഷിയുമുള്ളവരാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന കാലത്തേക്ക് ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യക്രമത്തെക്കുറിച്ചുള്ള സൂചന നിങ്ങൾക്ക് ഇടതു മുന്നണിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? For any tree, all the trees are here. The root is important. So that is why the ideology differs. We believe in the root of a family and the history of a political party. That is why we are confident that the UDF has a great history and we can protect every section of the society. That is why I have come to campaign for the UDF here today. മരത്തെ നാം കാണുന്നു, മരത്തെ നാം പുറത്തേക്ക് കാണുന്നുവെങ്കിലും അതിന്റെ വേരുകളാണ് പ്രത്യയശാസ്ത്രം. അടിസ്ഥാനപരമായി ഏതൊരു വൃക്ഷത്തിനും നിലകൊള്ളാൻ അതിന് ആഴ്ന്നിറങ്ങുന്ന വേരുകൾ ഉണ്ടായിരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ മുന്നണിക്കും ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളാണ് അതിന്റെ പ്രത്യയശാസ്ത്രം. UDFന് വ്യക്തമായിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഭിമാനത്തോടെ ഞാൻ UDFന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളക്കരയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.